130 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. വെൽക്കം എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴയിലെ ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ്. കട്ടപ്പനയിലെ ഫെസ്റ്റൊക്കെ കഴിഞ്ഞല്ലോ, അപ്പം നമുക്ക് ആലപ്പുഴയിലെ ഫെസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു ആലപ്പുഴ ഫെസ്റ്റിൽ. അപ്പം നമുക്ക് കാണാൻ പറ്റാത്തത് മത്സ്യകന്യകനെ മാത്രമായിരുന്നു. മത്സ്യകന്യക ഞങ്ങളവിടെ ചെന്നപ്പം മത്സ്യകന്യകനെ കണ്ടില്ല. പിന്നെ കുറേ മത്സ്യക്കുട്ടികളെയും അതുപോലെ തന്നെ റോബോട്ടുകളെയും ഒക്കെ കാണാൻ പറ്റി. ഇവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റോബോട്ടുണ്ടോ, നടക്കുന്ന റോബോട്ട്, അവൻ്റെ ഷെയ്ക്ക് ഹാൻഡ് വാങ്ങാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കയ്യിൽ നീട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കോസ്മോസ് അണ്ണനും അവൻ്റെ കയ്യിൽ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കുറേ സമയം കോസ്മോസ് അണ്ണൻ കൈ നീട്ടി നിന്നു. അവസാനം അവൻ വന്ന് കൈ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് മത്സ്യക്കുഞ്ഞുങ്ങൾ, പല കളറിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ, അതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. പക്ഷേ മീനിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കട്ടപ്പനയിൽ വന്ന ഫെസ്റ്റും ഇതും തമ്മിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, കട്ടപ്പനയിലെ ഫെസ്റ്റിൽ കൊണ്ടുവന്ന മീനെയൊക്കെ കാണാൻ ഇച്ചിരിയും കൂടെ ഭംഗിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കട്ടപ്പനയിലെ ഫെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് അവിടെ പണിതിരുന്നത്. അതുകൊണ്ട് ആ കാഴ്ച അതിമനോഹരമായിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഗായ്സ്, ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. പഴമയുടെ പുരാതന വീടുകൾ, പെങ്കിനാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു പശുവുണ്ട്, കുത്തുന്ന പശുവുമ്പ. ഇത് പശുവല്ല, ഇത് ആടാണ്. ഒരു ട്രീ ഉണ്ട്. കുതിര ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഇവിടെ ഒരു കരടി ഉണ്ട് ഗൈസ്, കരടി. ഇതാള് കൊള്ളാലോ. പൂക്കൾ, പനിനീർ പൂക്കൾ. ആ കൂട്ടത്തോടെ പോകുന്ന മീൻകുട്ടികളെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എത്രയും വേഗം തന്നെ പോയി കാണാൻ നോക്കുക. കാരണം അടുത്ത കൊല്ലം നമുക്ക് ഈ ഫെസ്റ്റൊക്കെ കാണാൻ ഭാഗ്യം കിട്ടുമോയെന്ന് തന്നെ നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിന് യാതൊരു വാറൻറ്റിയും ഇല്ല. എത്രയും വേഗം ഈ കാഴ്ചകളൊക്കെ പോയി എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതുപോലുള്ള കാഴ്ചകളും അതുപോലെ ഭൂമിയുടെ അത്ഭുതങ്ങളായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഒരുപാട് ഓർമ്മകൾ സമ്പാദിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ ഈ ഓരോ യാത്രയിലും ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ കിട്ടാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇങ്ങനെയാണല്ലോ, ഇവിടെ പോയപ്പോൾ ഇങ്ങനെയാണല്ലോ, അങ്ങനെ ഒരുപാട് ആരൊക്കെ ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പം ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു അതിമനോഹരമായ കാഴ്ചയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ.